ഇന്ന് പോകുന്നത് പൂവാർ ഐലൻഡിലോട്ടാണ്. പൂവാർ ഐലൻഡും അവിടുത്തെ ബോട്ടിങ്ങും ആണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന റൂട്ട് കരമന പാപ്പനംകോട് വഴിയൊക്കെയാണ്. അപ്പോൾ പൂവാർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിൻകരയിലുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലമാണ് ഇത്. പിന്നെ അല്ലാതെ നമ്മൾ ഫാമിലി ആയിട്ടും ഓഫീസ് ടീം ഔട്ടിങ്സും അങ്ങനെ എല്ലാത്തിനും പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് ഐലൻഡ് റിസോർട്ട്സ് ഉണ്ട്. സ്പെസിഫിക് ആയിട്ട് ബീച്ച് റിസോർട്ട്സ് ഉണ്ട്. ഈ ഐലൻഡ് റിസോർട്ട്സ് ആണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. അപ്പം ഗൂഗിൾ ഇപ്പോ ഇടയ്ക്ക് ആരോ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് ഏതോ ആറ്റിലോ പുഴയിലോ ചെന്ന് വീണെന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വായിച്ചായിരുന്നു. അങ്ങനെയൊന്നും വരില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പോവാണ്. അതെ, ഒരു ഊട് വഴിയിലോട്ട് കയറിയിട്ടുണ്ട്. ചെറിയ ചെറിയ റോഡുകളായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പൂവാറിനെ കുറിച്ചാണ്. അപ്പൊ പൂവാറ് നെയ്യാറ്റിൻകര ഏരിയയിലുള്ളൊരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷൻ ആണ്. മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടുകൾ തന്നെയാണ്. ഈ റിസോർട്ട്സ് ആണ് അവിടെ കൂടുതലും. അവർ ബോട്ടിൽ നമ്മൾ ബീച്ചിലോട്ട് പോകും. അവിടെ നല്ല സീനറി ഒക്കെ ആയിരിക്കും. ഗോൾഡൻ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അടുത്തൊരു ആനപ്പാറയൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കണ്ടിട്ടാണ് ബോട്ടിലൂടെ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് മെയിനായിട്ട് ബോട്ടിംഗ് ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഇനി തിരക്ക് കാണുമെന്നൊന്നും അറിയില്ല. ബോട്ടിംഗ് ടൈമിംഗ് 6:30 വരെയാണ്. 6:30ക്ക് ബോട്ടിംഗ് ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുന്നേ കയറണം. ബോട്ടിങ്ങിനൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് കുറച്ച് നല്ല ബീച്ചസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതും ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ആഴിമല ബീച്ച്, ഒഴിയൂർ അല്ലേ, ഒഴിയൂർ ബീച്ച്, അങ്ങനെ കുറച്ച് ബീച്ചസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയും ജസ്റ്റ് ഒന്ന് പോയി കാണിക്കണമെന്നുണ്ട്. പൂവാർ എന്ന് പറയുന്നത് വിഴിഞ്ഞം, നമ്മുടെ പുതിയ വിഴിഞ്ഞം ഹാർബറിന്റെ അടുത്താണ്. അതെ. പിന്നെ പണ്ട് കാലം തൊട്ടേ രാജാക്കന്മാരൊക്കെ ട്രേഡിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെ, വുഡിന്റെ പിന്നെ അല്ലാണ്ട് ഐവറി അങ്ങനെ കുറെ സാധനങ്ങളുടെയൊക്കെ ട്രേഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് പോകുന്നത് നല്ല ലൊക്കേഷനാണ്. നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പൂവാറിലേക്ക് പോകുന്ന റോഡിലാണ്. ഇത് ബാലരാമപുരം പൂവാർ റോഡാണ്. വളരെ നല്ല റോഡാണ്. ഒരു 8 മിനിറ്റ് കൂടെ കാണിക്കുന്നുള്ളൂ. നമ്മുടെ ബോട്ടിംഗ് ലൊക്കേഷനിലെത്തും. അവിടെ എത്തിയിട്ട് വേണം ഏതെങ്കിലും ബോട്ട് പിടിച്ചിട്ട് നമുക്ക് പൂവാറ് കറങ്ങി കാണാൻ. ഈ റോഡൊക്കെ ഭയങ്കര നല്ല റോഡാണ്. മരങ്ങളും നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. ബസ് റൂട്ടുമാണ്, ബസ് അവൈലബിൾ ആണ്. അതുപോലെ കാറിൽ വരുവാണെങ്കിൽ സൂപ്പർ റൂട്ടാണ്, സൂപ്പർ റോഡാണ്. ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ വരാം. പിന്നെ പൂവാറിനെ കുറിച്ച് അമല ഒരു കഥ പറഞ്ഞു തരും. അതെ, പൂവാർ എന്നുള്ള പേര് വരാൻ കാരണം നമ്മുടെ മാർത്താണ്ഡവർമ്മ ഭരിച്ചിരുന്ന കാലത്ത് ആ സമയത്ത് അവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോ അടിപിടികളൊക്കെ നടന്ന സമയത്ത് 8 വീട്ടിൽ പിള്ളമാരെന്നുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം അവരെ അല്ല, അവരാരാന്ന് പറഞ്ഞു? 8 വീട്ടിൽ പിള്ളമാരെ ഈ ഏരിയയിലുള്ള വലിയ ആളുകളായിരുന്നു. ആ സമയത്ത് ഫൈറ്റ് എന്തോ ഉണ്ടായിരുന്നു. അതെ, മാർത്താണ്ഡവർമ്മയും 8 വീട്ടിൽ പിള്ളമാരും. അപ്പം അവരിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ രാജാവ് ഈ പറയപ്പെടുന്ന സ്ഥലത്തെത്തി. ഇവിടെ നെയ്യാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇതില് 2 സൈഡും മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. ആ മരങ്ങളിൽ നിന്ന് വീണ പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആ നെയ്യാർ എന്ന് പറഞ്ഞ നദി. അപ്പം പെട്ടെന്ന് രാജാവിനൊരു ഇത് തോന്നിയിട്ട് ആ സ്ഥലത്തിന് പൂവാർ എന്ന് വെച്ചാൽ പൂആർ, 2 ഫ്ലവർ ആൻഡ് റിവർ എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് പുള്ളി അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചു. അങ്ങനെയാണ് പൂവാർ എന്നുള്ള പേര് ഈ സ്ഥലത്തിന് വരുന്നത്. മനോഹരമായ പേരാണ്. അതെ,
പിന്നെ ഈ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ സിറ്റിയിൽ നിന്ന് അറൗണ്ട് 30 കിലോമീറ്റർ ആണ്. നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ആണെങ്കിൽ 30 കിലോമീറ്റർ ആണ്. പിന്നെ കോവളത്തൊക്കെ വരുന്നവർക്കാണെങ്കിൽ കോവളത്തുനിന്നും അടുത്താണ്, കോവളത്തുനിന്ന് വളരെ അടുത്താണെന്ന് തോന്നുന്നു. പിന്നെ 30 കിലോമീറ്റേഴ്സ് റൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹെക്ടിക് റൈഡ് ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ നല്ല റോഡ് ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും. പിന്നെ ബെസ്റ്റ് ഇപ്പൊ ഒരു ഡേ ഔട്ടിനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒക്കെ ഇവിടെ വരാം. റിസോർട്ടൊക്കെ ഒരുപാട് റിസോർട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഡേ ഔട്ടിന് വന്നു കഴിഞ്ഞാൽ അവിടെ കുറെ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ ഗോൾഡൻ ബീച്ചും ഇതിന്റെ അടുത്ത് കുറെ നല്ല ബ്യൂട്ടിഫുൾ ബീച്ചസ് ഉണ്ട്. ആഴിമല, ഒഴിയൂർ ബീച്ച്, അങ്ങനെ കുറെ ബീച്ചസ് ഉണ്ട്. അവിടെയൊക്കെ പോയാലും നല്ലതാണ്. നല്ല ഫോട്ടോ സ്പോട്ടാണ്. ഗോൾഡൻ ബീച്ച് ആണ് നല്ല ബീച്ച് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇവര് പറയുന്നത് ഗോൾഡൻ ബീച്ച് ആണ്. അവിടെ ബ്ലൂ വാട്ടർ ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോന് ഭയങ്കര നല്ല ലൊക്കേഷൻ ആണ് ഗോൾഡൻ ബീച്ച്. പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഒക്കെ ചെയ്യുന്നതും ഈ ഏരിയകൾ യൂസ് ചെയ്യാറുണ്ട്. അതെ, ഞങ്ങള് പോസ്റ്റ് വെഡിങ് ഷൂട്ടും അഴിമല ബീച്ച്. അതെ, നമ്മുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് അഴിമല ബീച്ചിൽ വെച്ചാണ് നടന്നത്. സച്ചുവാണ് അത് ചെയ്തത്. അങ്ങനെ മൊത്തത്തില് നല്ലൊരു ആംബിയൻസും ലൊക്കേഷനും ഒക്കെയാണ്. പിന്നെ ബോട്ടിങ് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു റോയൽ ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഇതിൻ്റെ ബോട്ടിംഗ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടെ 1000 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പേ ചെയ്ത് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും പോവാറ് വരുന്നുണ്ടെങ്കിൽ ഈ റോയൽ ബാക്ക് വാട്ടർ എന്തായാലും ട്രൈ ചെയ്യാവുന്നൊരിതാണ്. ചേട്ടൻ്റെ സർവീസൊക്കെ നല്ലതാണ്. അപ്പോൾ ചേട്ടൻ നമ്മളെ കൊണ്ട് കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഇതിന് മെയിനായിട്ട് ഒരു നെയ്യാർ റിവർ ഉണ്ട്. ഈ നെയ്യാർ റിവർ ഇതാണ് തന്നെ പൂവാറെന്ന് പറയുന്നത്. അപ്പോൾ ഈ നെയ്യാർ റിവറിലൂടെയാണ് ഈ ബോട്ട് റൈഡ്. പിന്നെ മാംഗ്രൂവ് ഫോറസ്റ്റ്, അതിനകത്തൂടെ ഉള്ള റൈഡ്. പിന്നെ ഒരു കോക്കനട്ട് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. ഇവിടെയൊന്നും നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഇല്ല, അപ്പോൾ ജസ്റ്റ് നിർത്താനൊന്നും പറ്റില്ല, എന്നാലും ഇങ്ങനെ കറങ്ങി കാണാം. പിന്നെ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പിന്നെ ഈ പൂവാർ ഐലൻഡ് ഈ ഹട്ടുകൾ ഇതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ പോവും. ഫ്ലോട്ടിംഗ് ഹട്ടുകളാണ്. പിന്നെ ഈ ആനപ്പാറ, ഇനി വൈൽഡ് ലൈഫൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഞാനും ഇതുവരെ വന്നിട്ട് കണ്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ ബീച്ചിലെ സൺസെറ്റ് വരെ നിൽക്കാൻ പറ്റില്ല എന്നാലും. പിന്നെ ഗോൾഡൻ സാൻഡ് ബീച്ച് മെയിനായിട്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കുറേ ബോട്ടിംഗ് ക്ലബ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ചേട്ടൻ റേറ്റ് ഒക്കെ കുറച്ച് തരും. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പോൾ ഇവിടെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്ന റേറ്റാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചേട്ടൻ റേറ്റ് ഒക്കെ കുറച്ച് തന്നു. അപ്പം നമുക്ക് എന്തായാലും ബോട്ട് ജേണിയൊക്കെ ഒന്ന് കറങ്ങി ബോട്ടിലൂടെ പോയിട്ട് ഈ നെയ്യാറും പൂവാറും എല്ലാം ഒന്ന് കറങ്ങി കാണാം. നമ്മുടെ എസ്റ്റുറി ഐലൻഡിലേക്ക് പോകാനായിട്ട് ഇവിടെ വന്നിട്ടാണ് ബോട്ട് കയറി പോകുന്നത്. നമ്മൾ മുമ്പ് കോളേജിൽ നിന്ന് ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ലൈഫ് ജാക്കറ്റ് ഒന്നും മാൻഡേറ്ററി അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മാൻഡേറ്ററി ആക്കിയെന്നാണ് തോന്നുന്നത്. കയറിയപ്പോഴേ ഇത് ഇടാനൊക്കെ പറഞ്ഞു.
ചേട്ടൻ റേറ്റൊക്കെ കുറച്ച് സെറ്റാക്കി തരും. റോയൽ ബാക്ക് വാട്ടേഴ്സ് അതിൻ്റെ പേര്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇതൊരു സൗതേൺ മോസ്റ്റ് ടിപ്പ് അല്ലേ, സദേൺ മോസ്റ്റ് ടിപ്പ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ കേരള തമിഴ്നാട് ബോർഡർ എന്നും പറയുന്നുണ്ട്. ഇവിടെ ഒരു ചേർച്ചൊക്കെ ഉണ്ട്, കേരള തമിഴ്നാട് ബോർഡറിലാണെന്നാണ് പറയുന്നത്. തമിഴ്നാടുമായിട്ട് ചേർച്ചും ആ റിവർ നമ്മുടെയാണെന്നാണ് പറയുന്നത്. വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യണം. ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മുഖത്ത് ചെറിയ വെള്ളമൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പം നല്ല ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം വെയിലൊന്നുമില്ല, നല്ല ചെറിയ ഇളവെയിൽ മാത്രമേ ഉള്ളൂ, ചൂടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിവിടെ മാക്സിമം സെൽഫി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ബോട്ട് യാത്ര ഭയങ്കര സ്പെഷ്യലാണ്. ഈ ഒരു മരങ്ങൾ ഇങ്ങനെ എല്ലാം ചാഞ്ഞ് നിൽക്കുകയാണ്. എനിക്കൊന്ന് ഈ സോഫ്റ്റ് മണ്ണായതുകൊണ്ടായിരുന്നു ഈ വെള്ളം കയറിയിട്ട്. അപ്പോൾ മരങ്ങളിങ്ങനെ രണ്ട് സൈഡും വന്നിട്ട് ഈ നടുക്കൂടെ ഇങ്ങനെ ബോട്ട് പോകും. അത് ഭയങ്കര സൂപ്പർ എക്സ്പീരിയൻസ്. ചെറിയ വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷികൾ, പരുന്ത്, അങ്ങനെ കുറേ. അപ്പോൾ ബേർഡ് വാച്ചിങ്ങിനൊക്കെ വരുന്നവർക്കും വരാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഏരിയാസിൽ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ്. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും പാടില്ല. കാരണം അവിടെ ആളുകൾ, അവിടുത്തെ ലോക്കൽസ് കുളിക്കാനും വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. നമുക്ക് എന്തായാലും കാണാം.
സൈഡിൽ കാണുന്നതാണ് ഗോൾഡൻ ബീച്ച്. അപ്പർ സൈഡ് കാണുന്ന അതെല്ലാം നമ്മുടെ ബീച്ച് ഈ റിസോർട്ട്സ് ആണ്. പൂവാർ ഐലൻഡ് റിസോർട്ട്, എസ്റ്റോറിയ ഐലൻഡ് റിസോർട്ട്, അതൊക്കെയാണ് ഈ കാണുന്നത്. ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഇതാണ്. പൂവാർ ഐലൻഡ് റിസോർട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ചേട്ടൻ പറഞ്ഞ 8,000 ആവുന്നതാണ്. പണ്ട് നമ്മൾ വന്നപ്പോൾ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞത് 5,000, 4,000 ആ റേറ്റൊക്കെയാണ്. കൂടിയെന്ന് തോന്നുന്നു. ഈ കാണുന്നതാണ് എലിഫന്റ് റോക്ക് അഥവാ ആനപ്പാറ. ഇവിടെ ഗോഡ് ഫാദറിൽ പറയുന്ന പോലെ ആനപ്പാറയിൽ അച്ചമ്മ എന്നൊക്കെ പറയുന്ന പോലെ ആ ആനപ്പാറയും ഇതൊന്ന് വന്നതായിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ വരുന്നതിൽ ആ ലൊക്കേഷൻസിൽ ഇവിടെ കാണേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഈ ആനപ്പാറ. നല്ലൊരു ആനയുടെ ഷേപ്പ് തന്നെയാണ്. നമ്മൾ ഗോൾഡൻ ബീച്ചിലേക്ക് പോവാണ്. നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗോൾഡൻ ബീച്ചും കൂടെ കണ്ടിട്ട് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ബീച്ച് പോവാറുള്ള നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഗോൾഡൻ സാൻഡും ബ്ലൂ വാട്ടറുമാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ. അപ്പോൾ നല്ല തിരമാലയൊക്കെ അടിക്കുന്നുണ്ട്, സൂപ്പറാണ്. അപ്പോൾ അതിന് മുമ്പ് ചേട്ടൻ വെയിറ്റ് ചെയ്യൂ. ചേട്ടൻ നമ്മൾ മലയാളികളാണെന്ന് അറിയാതെ കുറേ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ തള്ളിയായിരുന്നു. ആദ്യം തൊട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. ഞാൻ മലയാളത്തിൽ തിരിച്ചു ചോദിച്ചാലും പുള്ളി ഇംഗ്ലീഷിലാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ മലയാളം എന്തോ പറയുന്നത് കണ്ടപ്പോൾ ചേട്ടന് മനസ്സിലായത്. നമ്മൾ മലയാളികളാണ്. അതുവരെ ചേട്ടൻ ഇംഗ്ലീഷ്. എനിക്കൊന്ന് ഇവിടെ കൂടുതലും ഫോറിനേഴ്സും ടൂറിസ്റ്റും ഒക്കെയാണ് വരുന്നത്. ഇവിടെ കയറ് കെട്ടിയിട്ടുണ്ടല്ലേ, കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ ലിമിറ്റഡ് ഏരിയ ആണ്. ഇങ്ങോട്ട്
നല്ല കടൽക്ഷോഭമൊക്കെ ഉള്ള സമയമാണ്. ഇവിടെ വന്ന ഫോട്ടോസ് എടുത്തു തരാൻ വേണ്ടിയിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. ഫോട്ടോ ആൽബമായിട്ട് അവർ ചെയ്തു തരുമെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ അതും ട്രൈ ചെയ്യാം. വേവ്സിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ അവരെടുത്ത് തരും, അവർ തന്നെ അപ്പം തന്നെ പ്രിന്റ് ചെയ്ത് തരും. ഇനി ആ എസ്റ്റോറിയും കൂടെ കാണണം. അപ്പോൾ ഇതാണ് നമ്മുടെ പൂവാർ ബീച്ചും ഗോൾഡൻ ബീച്ചും നെയ്യാറും കൂടെ ജോയിൻ ചെയ്യുന്ന സ്ഥലം. അത് അപ്പുറത്താണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആരോ ടിക്ടോക്ക് കളിച്ചെന്തോ പറ്റിയോണ്ട് അങ്ങോട്ട് ആരെയും വിടുന്നില്ലെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അതെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾ കെയർലെസ് ആയിട്ട് ഫോണിൽ സെൽഫി എടുക്കാനും ടിക്ടോക്ക് കളിക്കാനും ഒക്കെ അവിടെ പോയിട്ട് അതിലോട്ട് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ലോക്കൽസിന് മാത്രം അങ്ങോട്ട് എൻട്രി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ആ സെക്യൂരിറ്റി അല്ല, ലൈഫ് ഗാർഡ്. അപ്പോൾ ഇവിടെ ഫുള്ള് കെട്ടി അടച്ചു വെക്കണം, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ ഒരു ചെറിയൊരു വെള്ളം ഏരിയ ഉണ്ട്, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇറങ്ങി നിൽക്കാൻ പറ്റും. പൊഴിയുടെ സൈഡിലോട്ട് പോകാൻ പറ്റത്തില്ലെങ്കിലും ഈ ഒരു ചെറിയൊരു വാട്ടർ ബോഡി പോലെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇറങ്ങി കാലൊക്കെ നനയ്ക്കാം. നമ്മുടെ റിവറിൻ്റെ പാട്ടാണ്. അങ്ങോട്ട് കുറച്ച് കുഴിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് ഇറങ്ങി നിൽക്കാം. നല്ല ബീച്ച് സാൻഡ് തന്നെയാണ്. ചെറിയ വേവ്സ് പോലെ ഒന്ന് അടിക്കുന്നുണ്ട്. ഇത് ആ സൈഡിലാണ് കടലും ഈ നെയ്യാറും കൂടെ ഒന്നാവുന്നു. അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് എൻട്രിയാണ്, പോകാൻ പാടില്ല. ആ സൈഡാണ്. അതുകൊണ്ടായിരിക്കും നമ്മളിനി ടിക്ടോക്ക് കളിച്ച് വെള്ളത്തിൽ ചാടുമെന്നും കൂടെ ചേട്ടന് പേടിയുണ്ട്. ഇവിടെ വന്ന് ആരോ ടിക്ടോക്ക് കളിച്ച് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞു. സമയം 4:44 നമുക്ക് 4:45 വരെയാണ് ഇവിടെ സമയം അനുവദിച്ചിട്ടുള്ളത്. പിന്നെ അധികമൊന്നും കാണാനില്ല. മെയിനായിട്ട് ഈ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് നിന്നോ റിലാക്സ് ചെയ്യാം. അതെ, നല്ല കാറ്റും പിന്നെ കടകളും അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു കടയുള്ളൂ. അത് അത്ര വൃത്തിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ലൈറ്റും പോവും, മഴയും നനയേണ്ടി വരും. ഇനിയും നമ്മൾ ബോട്ടിലോട്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രിവാൻഡ്രത്ത് വരുന്നവർ ഇത് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ്. പൂവാർ ഐലൻഡ്. ഇവിടെ ഒന്ന് റിസോർട്ടിൽ നിൽക്കുകയാണെങ്കിൽ അവർ തന്നെ ഇവിടെയൊക്കെ കൊണ്ടുവരും. അല്ലെങ്കിൽ ഇപ്പോൾ ടൈം ലിമിറ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ബോട്ടിങ്ങിന് വന്നിട്ട് പോയാലും മതി. സൂപ്പറാണ്. ആ ഒരു വരുന്ന വഴിയും ഈ ബീച്ചും എല്ലാം. അപ്പോൾ തിരിച്ച് പോകുന്നതും ഈ സൈഡിൽ കൂടെ കറങ്ങിയാൽ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോഴും നമുക്ക് വന്ന പോലത്തെ ലൊക്കേഷനൊക്കെ കണ്ടു പോവാം. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോവാം.
ബോട്ട് വഴി മാത്രമല്ല, ഈ പാലം വഴി അപ്പുറ സൈഡിൽ കൂടെ കറങ്ങി നമ്മുടെ ഗോൾഡൻ ബീച്ചിൽ വരാൻ പറ്റും. അതും അങ്ങനെ വന്നാലും മതി. അപ്പോൾ ബീച്ച് മാത്രം കാണണമെന്നുള്ളവർക്ക് അങ്ങനെ വരാം. ബോട്ട് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചെത്തി. മഴ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കണ്ട കാർമേഘങ്ങൾ മഴയായിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നവർക്ക് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് റൈഡ് കഴിഞ്ഞു. പക്ഷെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. മെയിനായിട്ട് ഈ പൂവാർ ഐലൻഡും ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ബോട്ട് റൈഡും കാണിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. ഞങ്ങളുടെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഞങ്ങൾ ഇനിയും ട്രാവൽ വീഡിയോസ് ഇതുപോലെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണം. ഞങ്ങളുടെ മെയിൽ ID thetraveltechies@gmail.com ആണ്. അതിൽ മെയിൽ അയച്ചോ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് thetraveltechies.com വഴിയും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ ഫ്രം വിശാഖ ആൻഡ് അമല.